ഹലോ ഫ്രണ്ട്സ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ. എങ്ങനെയുണ്ട്? നല്ല അട്ടിപ്പൻ വ്യൂ അല്ലേ? അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. സൂപ്പർ വ്യൂ അല്ലേ? ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ രസമാണ്, പക്ഷേ ഇത് ഡെയിലി ഇങ്ങനത്തെ ഒരു വ്യൂ ആകുമ്പം അത്ര നല്ല രസം അല്ല. കാരണം മഴയെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ്. കണ്ടില്ല, ആകെ പൂപ്പലും പായലൊക്കെ പിടിച്ചു. ആക്ച്വലി അകത്ത് മാത്രമേ ഉള്ളൂ ഭംഗി, പുറത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശോകമാണ്. ഏകദേശം പുല്ലും ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്യണം. അങ്ങനെ ദേ ഇന്നത്തെ രാവിലത്തെ പരിപാടികളാണ് കേട്ടോ. രാവിലെ വന്നു ഞാൻ ഇവനെ ക്ലാസ്സിൽ പറഞ്ഞു വിട്ടു. അതിനുശേഷം തിരിച്ചു വന്ന വരവാണ്. ചായ വെച്ചു. രാവിലെ തന്നെ ഒരു ചായ കുടിക്കാണ്ട് ഒട്ടും അങ്ങോട്ടൊരു എനർജി ഉണ്ടാവില്ല. ചായ കുടി ഇത്തിരി കുറച്ചിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല. ഞാനിപ്പം ഒരു നേരമായി ചായ കുടിക്കുന്നത്, 2 നേരം കുടിക്കുന്നില്ല. അതിനുശേഷം ദേ ഇന്നത്തെ രാവിലത്തെ ഇവയ്ക്കുള്ള കറികളായിരുന്നു. സാമ്പാർ ഉണ്ടായിരുന്നു. രാവിലെ വെച്ചതൊന്നും അല്ല കേട്ടോ, ഒരു 2 ദിവസമായി. അപ്പോൾ അത് ഞാനിങ്ങനെ അനക്കാണ്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും, അത് ചൂടാക്കും. പിന്നെ വന്നിട്ട് ദേ നമ്മളുടെ ചിക്കൻ വറുത്തു. അതാണ് ഇവയ്ക്ക് കറിയായിരുന്നത്. സെയിം തന്നെയാണ് ഞങ്ങൾ ഉച്ചയ്ക്കും കഴിക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് സാമ്പാറും പപ്പടും, ഇവർക്ക് സാമ്പാറും ചിക്കനും. നേരെ വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇവിടേക്കാണ് പോകുന്നത്, വൈപ്പിനിലേക്കാണ് പോകുന്നത്. രാവിലെ പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം മൊത്തം കാറിലായിരിക്കത്തുള്ളൂ. ഈ ഓട്ടമാണ് കേട്ടോ. എന്നെങ്കിലും അതൊന്ന് നിൽക്കാൻ പറ്റിയാൽ മതി, സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ കൊതിയാവുകയാണ്. പക്ഷേ നടക്കില്ല. എന്ത് പറയാൻ, എന്തെങ്കിലുമായിട്ട് തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ അല്ലേ? കണ്ടില്ലേ, നല്ല രസമില്ലേ സ്കൈ കാണാൻ? മഴ പെയ്യോന്നൊരു സംശയം. അപ്പോൾ പുള്ളി വന്നോ ഞാനായിട്ട് ഉടക്കിയിരിക്കുവാണ്. അതാണ് ഹസ്ബൻഡ് ഫേസ് അങ്ങനെ ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നത്. പിന്നെ ദേ വൈകുന്നേരം തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പം അടാറ് വിശപ്പ്. ഒന്നും ഉണ്ടാക്കാനുള്ളൊരു മൂഡില്ല. അത്ര അധികം നമുക്ക് പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഒന്നും കുക്ക് ചെയ്തിട്ട് കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. അപ്പം നേരെ KFCയിലേക്ക് വെച്ച് പിടിപ്പിച്ചു. അപ്പം KFCയിൽ നിന്ന് അപ്പം അവിടെ ചെന്നപ്പോഴോ വെനസ്ഡേ ആയപ്പം നല്ല ക്യൂ ആണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല ഓഫർ ആകുമ്പം നല്ല ക്യൂ ഉണ്ടാകും. അതിന് നമ്മൾ കുറ്റം പറയണ്ട. നമ്മൾ വെനസ്ഡേ ഓഫർ നോക്കി തന്നെ വന്നതായത് കൊണ്ടിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ അവർ പറഞ്ഞു സ്ക്രീൻ ബുക്കിംഗ് ചെയ്യാം എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ ബുക്ക് ചെയ്തു. ഒരു 699 പാക്കായിരുന്നു. അത്യാവശ്യം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആഡ് ഓൺ ആയിട്ട് വെജ് ബർഗറും അതുപോലെ തന്നെ മയോണൈസോ അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു എന്നാണ് തോന്നുന്നത്. ഇത് കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ, പക്ഷേ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ മറന്നുപോയി. ആക്ച്വലി അതാണ് സംഭവിച്ചത്. വെനസ്ഡേ ഓഫർ സംഭവം നമുക്ക് നല്ല ലാഭമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പക്ഷേ എന്നിരുന്നാലും നല്ല ക്ഷമ വേണമല്ലോ. കാരണം ഒത്തിരി എല്ലാം ബുക്ക്ഡായിരുന്നു, സീറ്റും കാര്യങ്ങളൊക്കെ ഫിൽഡായിരുന്നു. വേറെ എല്ലാവരും അവിടെ നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ വിശന്ന് അന്ധപ്രാണം കത്തിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഫേസൊക്കെ കണ്ടോ ഭയങ്കര ശോകമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. രാവിലെ പോയിട്ട് രാവിലെ കഴിച്ചു, പിന്നെ അങ്ങ് കഴിച്ചിട്ടില്ല, അതായിരുന്നു അവസ്ഥ. അതുകൊണ്ടായിരുന്നു ഫുഡ് വന്നപ്പം ആർക്കും വീഡിയോ എടുക്കാനൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം അടാറ് വിശപ്പായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചിക്കനൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ്റെ ബോൺലെസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെരിയോ കുറേയൊക്കെ ഉണ്ടായിരുന്നു. സെറയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ, പക്ഷേ ബോൺലെസ് അവർക്ക് ഇഷ്ടമാണ് ചിക്കൻ. പിന്നെ എന്താ പറയുന്നത്, എനിക്ക് വിശന്നിട്ടേ ഞാനങ്ങോട്ട് വല്ലാണ്ടായി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവേനെയും കൊണ്ടിട്ടാണ് വീഡിയോ പിടിപ്പിക്കുന്നത്. എങ്ങനെ കഴിക്കും എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു. എല്ലാം കണ്ടിട്ട് എല്ലാം കഴിക്കാൻ ആഗ്രഹം വന്നു. പിന്നെ വെജിൻ്റെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് ഇവിടുത്തെ വെജിൻ്റെ ബർഗർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെജിൻ്റെ ആ ഒരു പാറ്റീസ് നല്ല ടേസ്റ്റാണ്, നല്ല ക്രഞ്ചിയാണ്. അത് മറ്റേ നമ്മളുടെ മാക്ഡൊണാൾഡ്സിലെല്ലാത്തിലും സെയിം പോലെ തന്നെയാണല്ലോ, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഞാനതൊക്കെ കഴിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പം വേറെ ഒന്നുമല്ല, ഓണം ഷോപ്പിംഗ് ഉണ്ട്. ഓണം ഷോപ്പിംഗ് ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. എനിക്കെടുക്കാനല്ല, ഹസ്ബൻഡിനും എടുക്കാനല്ല, ഈവയ്ക്ക് എടുക്കാനാണ്. സെറേനെ ഓണത്തിൻ്റെ സെലിബ്രേഷന് വിടുന്നില്ല. കാരണം അവളുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ടല്ലേ ഉള്ളൂ. അവളൊന്ന് ഓക്കെ ആയിട്ട് വിടാമെന്ന് കരുതി. അപ്പം ഓക്കെ ആണെങ്കിൽ തന്നെയും പിന്നെയും വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടു കഴിയുമ്പോൾ പിന്നെയും വയ്യാണ്ടാവും. കുട്ടികളാണല്ലോ, നമുക്ക് എത്രയൊക്കെ അവരോട് അനങ്ങണ്ട, വീടിന് ക്ലാസ്സിനകത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞാൽ അവരിരിക്കത്തില്ല, അവർ ഇറങ്ങി ഓടും. അപ്പോൾ അത് നമുക്ക് പണി കിട്ടും. അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു അവളെ വിടണ്ട. പക്ഷേ ഇവ പോകുന്നുണ്ട്.
പോകുന്നുണ്ട്. അപ്പോൾ ഇവയ്ക്ക് ഫുൾ സെറ്റ് വാങ്ങണം, അവൾക്ക് ആക്സസറീസ് വാങ്ങാനുണ്ട്, ഡ്രസ്സ് വാങ്ങാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിടുന്ന പോലത്തെ മോഡേൺ ഷോപ്പിലൊക്കെ കയറിയിട്ടൊക്കെ നമ്മൾ ലാഭത്തിനൊന്നും വാങ്ങലൊന്നും ഓണത്തിന് നടക്കില്ല. ഓണത്തിന് അല്പം ട്രഡീഷണൽ വെയർ തന്നെ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ എറണാകുളം ഏകദേശം ഒരു 9:30 സമയമൊക്കെ ആയപ്പോഴേക്കും ആകെ ഉറങ്ങിയ മോഡട്ടോ. പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മെട്രോ ലൈഫ് അല്ലേ, ഇപ്പം ഏകദേശം കുറഞ്ഞ പോലെ മെട്രോ ലൈഫൊക്കെ, എനിക്ക് അങ്ങനെ തോന്നി, വണ്ടികളൊക്കെ കുറഞ്ഞ പോലെ. ഞങ്ങൾ നേരെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ പോത്തീസിലേക്കാണ്. പോത്തീസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ വർക്ക് ചെയ്ത എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഒത്തിരി കുർത്തീസും അതുപോലെ തന്നെ ധാവണീസും അതുപോലെ തന്നെ പട്ടുപാവാട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി റേറ്റ് നല്ല കൂടുതലാണ്. റേറ്റ് കൂടുതലായിരിക്കുമല്ലോ, ഇങ്ങനത്തെ വർക്ക് ചെയ്ത സംഭവത്തിനൊക്കെ റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഭയങ്കര വർക്കുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്കാകെ ഒരൊറ്റ എണ്ണേ ഉള്ളൂ അങ്ങനത്തെ ഒരു ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുർത്തി, അതിനെന്താ എന്നെ പറയുന്നത്, ചുരിദാർ പോലത്തെ. അത് ഞാൻ ഒത്തിരി ഒരു 5-6 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം പിന്നീട് നമ്മളത് യൂസ് ചെയ്യത്തില്ലല്ലോ. നമ്മളിപ്പോൾ നോർമലായിട്ട് വെയർ ചെയ്യണ വേഷങ്ങളൊക്കെ ഈസി ആയിട്ടുള്ള വേഷങ്ങളല്ല. അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കുന്നതിന് വളരെ കുറച്ച് കാശ് എൻ്റെ കയ്യിൽ നിന്ന് പോകാറുള്ളൂ. ഇവയ്ക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ ഡ്രസ്സ് എടുത്താൽ അവർ പിന്നീട് ഇടത്തില്ല. പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓണം ആകുമ്പം അവരുടെ ദിവസമല്ല, അവർ എൻജോയ് ചെയ്യുന്ന ദിവസമല്ല, അവരുടെ ഏജിനെ നമ്മൾ എന്തായാലും പരിഗണിക്കണമല്ലോ. അതുകൊണ്ടിട്ട് അവൾ പറഞ്ഞു ധാവണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ധാവണി ഏകദേശം ഓവർ സൈസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ഇനിയിപ്പം അത് ഓൾട്ടർ ചെയ്യാനോ, കാരണം 2 ദിവസമുള്ളൂ 2 ദിവസമല്ല സോറി കേട്ടോ, 1 ദിവസമുള്ളൂ സെലിബ്രേഷന്. അപ്പോൾ ഓൾട്ടർ ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എടുത്തോളൂ, പുള്ളി തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇത് 38 സംതിങ് സൈസായിരുന്നു. ഏകദേശം എൻ്റെ ഒരു സൈസൊക്കെ വരും, എന്നാലും കുഴപ്പമില്ല. അത് ഏകദേശം നമ്മൾക്ക് പിന്നൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് വേറൊരു നിവൃത്തിയില്ല. ഇവർ പറഞ്ഞു ഇവർ ഓൾട്ടർ ചെയ്ത് തരാം നെക്സ്റ്റ് ഡേ. ഇത്ര ലേറ്റായി നമ്മൾ പർച്ചേസ് ചെയ്യാൻ ചെന്നപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് പറ്റത്തില്ല, പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യാമെന്നുള്ളൊരു ഇതിലായി. ഞങ്ങൾക്കാണെങ്കിൽ ഈ ധാവണി അങ്ങ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവനെ സാരിയൊക്കെ ഇടിപ്പിച്ചപ്പോൾ ഇവ വലിയ കുട്ടിയായ പോലെ, 13 വയസ്സേ ഉള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് ഞങ്ങൾ പോത്തീസിൽ നിന്ന് ഇറങ്ങി. നല്ലൊരു സംഭവം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വ്യൂ. അതാണ് കേട്ടോ വീഡിയോ എടുത്തത്. നേരെ നാച്ചുറൽ ഐസ്ക്രീമിലേക്കാണ് വന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഇവരൊക്കെ കഴിക്കുമ്പോൾ ഒരു കൊതി വരും, സ്വാഭാവികം. അങ്ങനെ ഞാൻ മാംഗോൻ്റെ ആണ് എടുത്തത്. നാച്ചുറൽ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക്. എനിക്ക് മറ്റേ മാക്ഡൊണാൾഡ്സിലെ നോർമൽ കോണിൻ്റെ തന്നെ ഇഷ്ടം. പക്ഷേ ഇവർക്ക് അങ്ങനെ അതിന് വലിയ താല്പര്യമില്ല. എനിക്കും സെറയ്ക്കും അതാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ലല്ലോ. അപ്പോഴത്തേ ഞങ്ങൾ നാച്ചുറൽസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ 11 മണിയായി. അതുകൊണ്ടിട്ടാണ് ആരും ഇല്ലാത്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, വളരെ എന്താ പറയണത്, കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്ന് കഴിക്കാൻ പറ്റി. അതിനുശേഷം പിന്നെ ഇപ്പോൾ നേരെ ഇനി വീട്ടിലേക്ക് പോകണം. ഒത്തിരി ലേറ്റായി. ഇനി വീട്ടിൽ ചെന്നിട്ട് വേറെ പണിയൊന്നുമില്ല, കിടന്നുറങ്ങണം. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ബൈ.